ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കണ്ട പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സിന് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർക്കും ലൈഫ് ടൈം ഫ്രീ ഓഫർ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അറിയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കാണിക്കാൻ അതിൻ്റെ ചാർജസ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആണോ, ഫസ്റ്റ് ഇയർ ഫ്രീ ആണോ, എന്താണോ ഓഫർ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുള്ളൂ. അത് കാരണം അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയെന്തോ ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് തന്നെ കിട്ടിയെന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. HDFCയുടെ മാസ്റ്റർ കാർഡ് വേരിയൻ്റാണ്, റൂപേ സംഭവമൊന്നുമല്ല. പക്ഷെ ഈ കാർഡിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയും കിടലം തന്നെയാണ്. അത് പിന്നെ പോരാത്തതിന് നിങ്ങൾ എന്തായാലും ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന പരിപാടി എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം അത്യാവശ്യം നല്ല വേർത്ത് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഫ്രീ കിട്ടുകയാണെങ്കിൽ നല്ല വേർത്ത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, മിക്കതും സ്വിഗ്ഗി കാർഡിന്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ അറിയായിരിക്കും. നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 3 മാസത്തെ സ്വിഗ്ഗി വൺ മെമ്പർഷിപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10% ക്യാഷ് ബാക്ക് അക്രോസ് സ്വിഗ്ഗി ആപ്ലിക്കേഷൻ, അതായത് ഫുഡ് ഓർഡർ, ഇൻസ്റ്റാമാർട്ട്, ഡൈൻ ഔട്ട്, അതുപോലെ ജീനി ആപ്പ്, ഇതിലൊക്കെ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതും 1500 രൂപയുടെ ക്യാപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ ഒരു മാസം. പിന്നെ നമുക്ക് 5% ക്യാഷ് ബാക്ക് ആണ് ഓൺലൈൻ സ്പെൻഡിങ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഓല, ഊബർ ആൻഡ് മെനി മോർ, അതൊക്കെ. അതുപോലെ തന്നെ മാക്സിമം 1500 അതിനും നമുക്ക് ക്യാപ്പിംഗ് വരുന്നുണ്ട്. മാസം മാക്സിമം 1500 നമുക്ക് കിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് കിട്ടുക. അതാണ് ഇതിന്റെ ഒരു മെയിൻ കോൺ എന്ന് പറയാനുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് റെഗുലർ ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വിഗ്ഗി മണി ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ സ്വിഗ്ഗി ഉപയോഗിക്കാത്തവർക്ക് സാധനം നഷ്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാ ബാക്കിയുള്ള പർപ്പസിന് ഉപയോഗിക്കാമല്ലോ. സ്വിഗ്ഗിയിൽ മാത്രമല്ല, നമുക്ക് ഈ സാധനം എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. HDFCയുടെ ക്രെഡിറ്റ് കാർഡാണ്, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ 1% ക്യാഷ് ബാക്ക് ആണ്. ബാക്കി എല്ലാ എലിജിബിൾ എന്താ പറയുക സ്പെൻസിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ഓഫ് മാക്സിമം 500 രൂപയാണ് ഇതിന്റെ സൈക്കിളിൽ വരുന്നത്, സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളെ കൊടുക്കാം. ഇപ്പോൾ അവർ നൗ ലൈഫ് ടൈം ഫ്രീ ഓൺലി ഫോർ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് മാത്രമല്ല. അതായത് പക്ഷേ നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന മോസ്റ്റ്ലി ഒരു 90% ആൾക്കാർക്കും ഈ സാധനം ഓഫറായിട്ട് വരുന്നുണ്ട്. മിനിമം ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ടാറ്റ ന്യൂ കാർഡ് പോലെ തന്നെ മിനിമം അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മിനി വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആനുവൽ ഫീ വരാറാകുമ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലിമിറ്റഡ് സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും HDFCയുടെ കാർഡ് എടുക്കുകയും ചെയ്യാം. എല്ലാം ഷെയർ ലിമിറ്റാണ് വരിക. പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കാർഡ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 2 ചാനലും കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമന്റും പോകുന്നുണ്ടാ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായി GHH പോലെ കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫിലിം ന്യൂസ്, മൂവി ന്യൂസ് ഒക്കെ രണ്ടൊന്നും തന്നെയാണല്ലോ അല്ലേ. ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം.